ഇതൊരു നിലനിൽപ്പിൻ്റെ കഥയാണ്. ഒരു രാജ്യത്ത് തളർന്ന് അവശതയിൽ നിൽക്കുന്ന ഒരു ബ്ലൂ ടൈഗേഴ്സ് ഉണ്ടായിരുന്നു. നായാട്ടുകൾ ലക്ഷ്യം കാണാതെ അവരാകെ തകർന്നുപോയി. നായാട്ടുകൾ ലക്ഷ്യം കാണാൻ തകർന്നു നിന്ന അതേ മണ്ണിൽ നിന്ന് അയാളെ കണ്ടപ്പോൾ ആരുടെ മുഖത്തും ഭയമില്ലായിരുന്നു. പലരും സന്തോഷം കൊണ്ട് ആർത്തു വിളിക്കാൻ തുടങ്ങി. പല എതിരാളികളും ഭയം കൊണ്ട് ഓടി ഒളിച്ചു. കാരണം ഇത്തവണ അയാൾ വന്നിരിക്കുന്നത് 10 മടങ്ങോടെയാണ്. ഇൻട്രോ കണ്ട് അധികം ഹൈപ്പൊന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു ഇന്ത്യൻ കോച്ച് എന്നുള്ളതിൽ നമുക്ക് വളരെ ഹാപ്പിയാണ്. പിന്നെ ഈ ഒരു ഇന്ത്യൻ ഫുട്ബോൾ ഡെവലപ്പ് ആവണമെന്നുണ്ടെങ്കിൽ തന്നെ ഇത് ഒരു കോച്ചിനെ കൊണ്ട് മാത്രം കഴിയുന്ന ഒന്നല്ല. പിന്നെ ഈ ഒരു ഇന്ത്യൻ ടീം ഡെവലപ്പ് ആവണമെന്നുണ്ടെങ്കിൽ തന്നെ ഇന്ത്യയിൽ മികച്ച താരങ്ങളെ വളർത്തിയെടുക്കണം. അതുപോലെ മികച്ച ഗ്രാഫ് ഷൂട്ടും ഇന്ത്യയിൽ നിർമ്മിക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ഈ ഒരു ഇന്ത്യക്കൊരു വേൾഡ് കപ്പ് ആ ഒരു പ്രതീക്ഷ സ്വപ്നം കാണാൻ പറ്റുള്ളൂ. അതല്ലാതെ ഏത് ഫോറിൻ കോച്ച് വന്നാലും ഈ ഇന്ത്യൻ ഫുട്ബോൾ ഒന്നും തന്നെ ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. ഇത് ഇവാൻ ആശാൻ പറഞ്ഞ പോലെ തന്നെ ഇത് യുവതാരങ്ങൾ എടുത്ത് വളർത്തിയെടുത്താൽ മാത്രമേ ഇനി ഒരു ഇന്ത്യൻ ടീമിന് വേൾഡ് കപ്പ് എന്ന യോഗ്യത സ്വപ്നം കാണാൻ പറ്റുള്ളൂ. പിന്നെ കുറച്ച് വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പരിശീലകൻ ഇന്ത്യയെ പരിശീലിപ്പിക്കാനായി എത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം, ഹാലിദ് ജമീലിന്റെ ആദ്യ മാച്ച് തന്നെ ഭയങ്കര ടഫായിരിക്കും. എന്തായാലും നമ്മൾ ഒരുപാടൊന്നും പ്രതീക്ഷിക്കുന്നില്ല. എന്തായാലും കുറച്ച് ഗ്രോ കിട്ടി കഴിഞ്ഞാൽ തന്നെ ഇന്ത്യൻ ഫുട്ബോൾ ഒരുപാട് മെച്ചപ്പെടും. ഹാലിദ് ജമീലിന് ഈ ഒരു കിട്ടുന്ന അവസരങ്ങളിൽ യുവ താരങ്ങൾക്ക് കൂടുതലായിട്ട് അവസരങ്ങൾ കൊടുക്കുക എന്നുള്ള ആ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇന്ത്യൻ ടീം കുറച്ചുകൂടി ഡെവലപ്പ് ആവും. ഇതൊക്കെ തന്നെയുള്ള ഇന്ത്യൻ ഫുട്ബോളിനെ കുറിച്ച് പറയാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒപ്പീനിയനുകൾക്ക് എന്തായാലും താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും